ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷിജി. എല്ലാവർക്കും SR ഹോബീസിലോട്ട് സ്വാഗതം. ഇനി ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് കിച്ചൺ ടിപ്പിൻ്റെ വീഡിയോ ആയിട്ടാണ്. നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? അതിനുമുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. നമുക്ക് ഫസ്റ്റ് ടിപ്പ് നോക്കിയാലോ? നമ്മൾ കല്ലുപ്പൊക്കെ മേടിച്ച് കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ വെള്ളമൊക്കെ ഒലിച്ച് പോകാറുണ്ട്. ഇനി അതങ്ങനത്തെ പ്രശ്നം ഉണ്ടാവില്ല. ഇതവണ ചിരട്ടയുടെ ഒരു പീസ് എടുത്ത് വെച്ചാൽ മതി. ഞാനിപ്പോൾ 2 പീസ് അങ്ങ് വെച്ചെന്നുള്ളൂ. അന്നേരം വെള്ളം ഒലിക്കുന്ന ആ പ്രശ്നം അങ്ങ് മാറി കിട്ടും. നല്ല ക്രിസ്റ്റലായിട്ട് തന്നെ ഇരുന്നോളൂ. എന്നിട്ട് നമുക്ക് ഇങ്ങനെ മൂടി വെച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. നമ്മുടെ എല്ലാവരും വീട്ടിൽ ഇതവണ പൂട്ടൊക്കെ കാണും. ഈ പൂട്ട് ഇപ്പോൾ മഴയുടെ സമയത്തൊക്കെ ചെറിയ തോതിലൊക്കെ തുരുമ്പൊക്കെ കയറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ തുറക്കാനും അടയ്ക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇത് പൂട്ടാനും അടയ്ക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയത്ത് ഇതിനിപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഈ ഒരു മെഴുകുതിരി എടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് തൂത്ത് കൊടുത്താൽ മതി. നന്നായിട്ട് ഇങ്ങനെ ഉരച്ചു കൊടുത്താൽ മതി. ആ തുരുമ്പൊക്കെ മാറിക്കിട്ടും. നന്നായി സിമ്പിളായിട്ട് നമുക്ക് പൂട്ടാനും തുറക്കാനും സാധിക്കും. നല്ല സ്മൂത്തായിട്ട് തന്നെ. നിങ്ങൾ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കാം. ഈ മഴ സമയത്ത് വൈകുന്നേരം ആയാൽ ഭയങ്കര കൊതുകിൻ്റെ ശല്യമായിരിക്കും. അത് മാറിക്കിട്ടാൻ നമ്മുടെ വീട്ടിൽ എപ്പോഴും കൊതുകുതിരിയൊന്നും ഉണ്ടായിന്ന് വരുമില്ലല്ലോ. കൊതുകുതിരിയൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ്. ഇതവിടെ ചന്ദനത്തിരി നമ്മുടെ എല്ലാവരും വീട്ടിൽ ഉണ്ടാവുമല്ലോ. അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് എടുക്കുക. നമുക്കൊരു ചന്ദനത്തിരിയും എടുക്കാം. ഒന്ന് മിക്സാണ്. മിക്സ് നമുക്കിങ്ങനെ തൂത്ത് കൊടുത്താൽ മതി. നന്നായിട്ട് തന്നെ തൂത്ത് കൊടുക്കാം. മുകൾ ഭാഗത്ത് നമ്മൾ തൂത്ത് കൊടുക്കണ്ട. കത്തിക്കാനേ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കൊതുകുതിരി ഒന്നും ഇല്ലാത്ത സമയത്ത് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ശരിക്കും കൊതുകുതിരിയുടെയൊക്കെ നല്ല എഫക്റ്റ് തന്നെ കിട്ടും. കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എവിടെയാണോ വയ്ക്കണേ നമ്മുടെ ഇങ്ങനെ വെച്ചാൽ നല്ലൊരു സ്മെല്ലായിരിക്കും ഇതിന്. ആ സ്മെല്ല് കാരണം പിന്നെ നമ്മുടെ വീട്ടിൽ കൊതുകൊന്നും ഉണ്ടാകത്തില്ല. കൊതുകൊക്കെ പുറത്തോട്ട് പറന്ന് പൊക്കോളും. കൊതുകുതിരി ഇല്ലാത്ത സമയത്ത് ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. നമുക്ക് നെക്സ്റ്റ് ടിപ്പ് നോക്കാം. നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഒന്നാണ് തീപ്പെട്ടി. ഇപ്പോഴും ഇതിൻ്റെ ഉപയോഗം കുറവാണ്. അപ്പോൾ ഗ്യാസൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ ആയപ്പോൾ പണ്ടൊക്കെ ഉള്ളവർ ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുമായിരുന്നു. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് മഴയൊക്കെ നനഞ്ഞു അല്ലെങ്കിൽ ഈർപ്പം തട്ടിപ്പോൾ തണുപ്പായതുകൊണ്ട് ഈർപ്പമൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലത്തെ തീപ്പെട്ടിയൊക്കെ കത്തിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ആ സമയത്ത് നമുക്ക് ഒരു ടിപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഒന്ന് കാണിക്കാം. കുറച്ച് പൗഡർ ഞാനിപ്പോൾ ഒരു കയ്യിലോട്ട് ഇട്ടിട്ടുണ്ട്. കുറച്ചെടുത്താൽ മതി. നമുക്ക് ഈ തീപ്പെട്ടിയുടെ ഇവിടെ ഇങ്ങനെ പുരട്ടി കൊടുത്താൽ മതി. ഈർപ്പമൊക്കെ തട്ടിയിട്ടുണ്ടെങ്കിൽ കത്താൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ലേ. ഇപ്പുറത്തെ സൈഡിലും തൂത്ത് കൊടുക്കാം. പിന്നെ കൊള്ളിയിലൊക്കെ നനവൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കൊള്ളിയിലും നമ്മൾ ഒരെണ്ണെടുത്തിട്ട് എല്ലാത്തിലും ഇങ്ങനെ തൂത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് എളുപ്പത്തിൽ കത്തിക്കാൻ പറ്റും ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ. സിമ്പിളായിട്ട് കത്തിക്കാൻ പറ്റും. പിന്നെ നമ്മൾ തീപ്പെട്ടിയൊക്കെ ഇങ്ങനെ എയർ ടൈറ്റായിട്ട് ഇട്ട് വെച്ചാൽ മതി. അന്നേരം ഈർപ്പൊന്നും തട്ടത്തില്ല. പെട്ടെന്ന് കത്തിക്കാൻ പറ്റും നമുക്ക്. നമ്മളെല്ലാവരും റബ്ബർ ബാൻഡൊക്കെ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ സൂക്ഷിച്ച് വയ്ക്കാറുണ്ട്. സൂക്ഷിച്ച് വയ്ക്കുമ്പോൾ നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാകാറുണ്ട്. പരസ്പരം ഒട്ടിപ്പിടിക്കാറുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് പൗഡർ ഇട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് പൗഡർ മാത്രം. എക്സ്പയറി ഡേറ്റൊക്കെ കഴിഞ്ഞ പൗഡർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാലും മതി. നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കങ്ങനെ വെച്ചിരുന്ന പിന്നെ പരസ്പരം ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങനെ എടുക്കാം. പിന്നെ നമ്മൾ സേഫ്റ്റി പിന്നൊക്കെ നമ്മൾ സൂക്ഷിക്കുന്ന ഡപ്പയിലും നമ്മൾ ഇതേ കുറച്ച് പൗഡർ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ തുരുമ്പൊന്നും പിടിക്കുകയില്ല. കുട്ടികളുടെ വാട്ടർ ബോട്ടിലോ ഇതേപോലത്തെ ഫ്ലാസ്ക് പോലുള്ള ബോട്ടിലോ ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഇത് അവർ കുറച്ച് ദിവസമൊക്കെ കൊണ്ടുപോയി കഴിയുമ്പോൾ അതിൻ്റെ അകത്തൊക്കെ ഒരു ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാവാറുണ്ട്. ഇത് മാറി കിട്ടാൻ വേണ്ടി നമ്മൾ ഇതിലോട്ട് ഒരു നുള്ള് കല്ലുപ്പിട്ട് കൊടുക്കാം. ഇതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് നാരങ്ങയുടെ നീരാണ്. ഇനി നമുക്ക് ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ചൂടുവെള്ളം ഒഴിച്ച് ഒന്നുകൂടെ കഴുകിയെടുത്താൽ മതി. ആ ബാഡ് സ്മെല്ലൊക്കെ പോയി കിട്ടും. പിന്നെ നമുക്ക് കിച്ചൺ ടോപ്പിലൊക്കെ നമുക്ക് കുറച്ചിട്ട്
കൊടുത്ത ഉറുമ്പിൻ്റെ ശല്യമൊന്നും ഉണ്ടാവത്തില്ല. നമ്മളിപ്പോൾ എപ്പോഴും എണ്ണയൊക്കെ ഉപയോഗിക്കുന്നതല്ലേ, നല്ല നീറ്റായിട്ട് വിടുന്നോളും. ഇങ്ങനെ തുടച്ച് കൊടുത്താൽ മാത്രം ഇങ്ങനെ തട്ടി കൊടുത്താൽ മതി. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ പൗഡറൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ അത് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. കിച്ചണിൻ്റെ ജനലിൻ്റെ സൈഡിലും പിന്നെ റൂമിൻ്റെ ജനലിൻ്റെ സൈഡിലൊക്കെ ഇപ്പോൾ ഒരുപാട് ഉറുമ്പുകളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ നമുക്ക് ഇങ്ങനെ ഇച്ചിരി ഇട്ട് കൊടുത്താൽ മതി. ആ ശല്യം അങ്ങ് മാറിക്കിട്ടും. ൂപ്പിലൊക്കെ ഉറുമ്പിൻ്റെ ശല്യം, ഇവിടെയൊക്കെ എണ്ണയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതല്ലേ, അതുകൊണ്ട് നമ്മൾ എത്ര നീറ്റാക്കി ഇട്ടാലും കുറച്ച് ഉറുമ്പൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇവിടെയൊക്കെ നന്നായിട്ട് ഇങ്ങനെ തുടച്ച് കൊടുത്താൽ മതി. വാഷ് ബേസിൽ ക്ലീൻ ആക്കിയതിന് ശേഷം രാത്രിയിൽ നമ്മൾ ഇച്ചിരി ഇട്ട് കൊടുത്താൽ പാറ്റയുടെ ശല്യമൊക്കെ മാറിക്കിട്ടും. ഇവിടെ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഈ മഴ സമയത്ത് മൊത്തത്തിൽ എല്ലായിടത്തും നല്ല ഈർപ്പമായിരിക്കും. ഇപ്പോൾ നമ്മൾ ഈ കുഷീനോ അല്ലെങ്കിൽ ദിവാങ്കോട്ടിലുള്ള കവറൊക്കെ ചെറിയ തോതിൽ നമ്മളിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തട്ടി കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് തട്ടി കൊടുത്താൽ മതി. നല്ല സ്മെല്ലായിരിക്കും. ഈ മഴയത്ത് നമുക്കിതൊന്നും കഴുകി ഉണങ്ങാൻ പറ്റത്തില്ല, ഇതിൻ്റെ കവറൊന്നും. അന്നേരം ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. നന്നായിട്ട് തന്നെ തട്ടി കൊടുത്താൽ മതി. നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യലോ അല്ലെങ്കിൽ നമ്മൾ കിടക്കണ ബെഡിലൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ പൗഡറൊന്നും എടുക്കണ്ട. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ തട്ടി കൊടുത്താൽ മതി. ഇതൊക്കെ മഴ സമയത്ത് ചെയ്യാൻ പറ്റുന്ന ടിപ്പുകളാണ്. ഇപ്പോൾ നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ബൗളിലോട്ട് 2 ടീസ്പൂൺ പൗഡർ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി അടുത്തായിട്ടും ചേർത്ത് കൊടുക്കുന്ന ബേക്കിംഗ് പൗഡറാണ്. അത് 1 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അല്ലാത്തതായാലും കുഴപ്പമൊന്നുമില്ല. ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ചൂലാണ് ക്ലീൻ ചെയ്യുന്നത്. ഇട്ട് കൊടുക്കാം കുറച്ച്. ഇപ്പോൾ മഴ സമയത്തൊക്കെ ഇതിലൊക്കെ ഈർപ്പം ഇരുന്ന് പെട്ടെന്ന് ചൂലൊക്കെ നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. എന്നാലും നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കാം. ചൂലൊന്നും നമുക്ക് കഴുകി ഉണങ്ങാൻ പറ്റത്തില്ല, വെയിലൊന്നും അധികമില്ലല്ലോ. അങ്ങനെ തട്ടി കൊടുത്താൽ മതി. എന്നിട്ട് അപ്പുറത്തെ സൈഡിലോട്ട് ഇച്ചിരി ഇട്ട് കൊടുക്കാം. ചൂലിലെ ആ ബാഡ് സ്മെല്ലൊക്കെ മാറിക്കിട്ടും. നല്ല ഫ്രഷ് ആയിട്ടുള്ള സ്മെല്ലൊക്കെ നമുക്ക് കിട്ടും. നെല്ലും നമുക്ക് വയ്യാതിരിക്കുന്ന സമയത്തും മടി പിടിച്ച ദിവസങ്ങളിലൊക്കെ നമുക്ക് ഈ നെല്ലും ഇത് വെച്ച് തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാം. നല്ലൊരു സ്മെല്ലായിരിക്കും. നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ലൊരു സ്മെല്ല്. ഇങ്ങനെ തട്ടി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് അടിച്ചു കൊടുത്താൽ നിലമൊക്കെ നന്നായിട്ട് തന്നെ കിട്ടും. ഇത് വെച്ച് നമുക്ക് മൊത്തത്തിൽ ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം. കുറേശ്ശിട്ട് ക്ലീൻ ചെയ്താൽ മതി. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുകൂടാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.